നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളൂർ. 6/6/2026 ശനിയാഴ്ച വൈകിട്ട് റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കൂടിയിരിക്കുന്നു. അതുപോലെ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണം 1 ഗ്രാമിൻ്റെ മുകളിൽ 275, 1 പവന് മുകളിൽ 2200 രൂപയാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിക്ഷേപം കണ്ട് ആഗ്രഹിച്ചവർക്ക് വളരെ ദുഃഖവും സ്വർണ്ണപ്രേമികൾക്ക് വളരെ ആശ്വാസമാണ് ഈ ഇടിവ്. ക്യാരറ്റ് 14,000, 1 പവൻ 1,12,000. അതുപോലെ 24 ക്യാരറ്റ് 15,273, 1 പവന് 1,22,184. അതുപോലെ 18 ക്യാരറ്റ് 1 ഗ്രാം 11,455, 1 പവൻ 91,640. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. അതേപോലെ റബ്ബറിൻ്റെ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS 4 കിലോ 265, RSS 5 കിലോ 262, ISN 210, ലാറ്റക്സ് 60% 168. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 265, RSS 5 കിലോ 262. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRCയുള്ള ഒട്ടുപാൽ കിലോ 156, 60% DRCയുള്ള ഒട്ടുപാൽ കിലോ 117. അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 256, RSS 5 കിലോ 253. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 300.37 പൈസ, RSS 5 കിലോ 299.93 ആണ് ഇന്നത്തെ വൈകിട്ടത്തെ റബ്ബർ വില. റബ്ബർ വിലയിൽ രാവിലെയായിട്ട് നോക്കുമ്പോൾ 1 രൂപയാണ് റബ്ബർ വിലയിൽ കൂടിയിരിക്കുന്നത്. വിദേശത്താണ് വൻ വർധനവും. ഇന്നത്തെ സഹ്യാദ്രി റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പുനലൂരിൻ്റെ വില നോക്കുമ്പോൾ RSS കിലോ 4 258, RSS 5 253, ലൂസ് ഷീറ്റ് കിലോ 247, ലോട്ട് കിലോ 205, ഒട്ടുപാൽ 145 മുതൽ 152 രൂപയാണ് സഹ്യാദ്രി റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പുനലൂരിൻ്റെ വില. ഇന്നത്തെ പൂർണ്ണമായി മയക്കുമരുന്ന് മുക്തമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പും പോലീസ് നടത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനം വിജയം കണ്ടു. ലഹരി സിൻഡിക്കേറ്റിൻ്റെ അന്താരാഷ്ട്ര വേറെടുത്ത് ആഭ്യന്തര വകുപ്പ് നൈജീരിയൻ പൗരനെയും വിദേശ വനിതയും പൂട്ടി. രഹസ്യവിവരങ്ങൾക്ക് തൂഫാൻ ഇൻ്റലിജൻസ് പ്രൂവീകരിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഒറ്റുകാരെ പിടിക്കാൻ വാട്സപ്പ് നമ്പറുകളിലും ഹെൽപ്പ് ലൈനും പുറത്തുവിട്ടു. അധികാരത്തിലേറി ദിവസങ്ങൾക്കകം UDF സർക്കാരിൻ്റെ ഭരണനേട്ടം. ഇതുവരെ 368 പേരെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ കേരളത്തിലേക്ക് വൻതോതിൽ മാരക മയക്കുമരുന്നുകൾ എത്തിക്കുന്ന അന്താരാഷ്ട്ര ലഹരി മാഫിയ ശൃംഖലയിലെ 2 പ്രധാന വിദേശ കണ്ണികളെ കൂടി പോലീസ് നാടകീയമായി വലയിലാക്കി. പന്തളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത മാരകമായ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസിൻ്റെ പ്രത്യേക സഹായത്തോടെ നടത്തിയ അതീവ രഹസ്യ ഓപ്പറേഷനിലൂടെയാണ് നൈജീരിയൻ പൗരനെ അന്വേഷണ സംഘം ഡൽഹിയിൽ നിന്ന് പിടികൂടിയത്. കേരളത്തിൽ ലഹരി വിപണനത്തിൻ്റെ ഉറവിടം പൂർണ്ണമായി കണ്ടെത്തി നശിപ്പിക്കുന്നതിനായി പൊതുജനങ്ങൾക്ക് അജ്ഞാതമായ വിവരങ്ങൾ കൈമാറാൻ വിപുലമായ ഡിജിറ്റൽ സംവിധാനങ്ങളും പ്രത്യേക ഫോൺ നമ്പറുകളും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ട് പുറത്തുവിട്ടു. പൊതുജനങ്ങൾക്ക് താഴെ പറയുന്ന ഔദ്യോഗിക നമ്പറിലേക്ക് ലഹരി വിൽപ്പനയെക്കുറിച്ചുള്ള കനത്ത വിവരങ്ങൾ ഭയമില്ലാതെ കൈമാറാവുന്നതാണ്. നമ്പർ 94 97 97 97 94, അടുത്ത നമ്പർ 94 97 92 77 97 എന്നീ നമ്പറുകളാണ്. കൂടാതെ വാട്സാപ്പ് നമ്പരും 9959666666 എന്ന നമ്പരുമാണ്. ഇന്നത്തെ തലമുറയും ഭാവി തലമുറയും ലഹരി മരുന്ന് അടിമയിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കാം. ഏവർക്കും കൈകോർക്കാം. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാവുന്നു.